ഇടത് സർക്കാരുമായി ഏറ്റുമുട്ടി സസ്പെൻഷനിലായ ബി അശോകും എൻ പ്രശാന്തും വീണ്ടും സർവീസിലേക്ക്. IAS ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവെച്ച് മുഖ്യമന്ത്രി. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. പ്രശാന്ത് 2 വർഷമായും ബി അശോക് 1.5 മാസമായും സസ്പെൻഷനിൽ. ഡിജിറ്റൽ ലോകത്ത് നിന്നും ആദ്യ പരസ്യ പ്രതിഷേധത്തിന് ഇറങ്ങി കോക്രോച്ച് ജനതാ പാർട്ടി. ഡൽഹി ജന്തർ മന്ദറിൽ കനത്ത സുരക്ഷാ വലയത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചേ പറ്റൂവെന്ന് അഭിജിത് ദീപ് കെ. ഐക്യദാർഢ്യവുമായി സോനം വാങ്ചുക് അടക്കം രാഷ്ട്രീയ സാമൂഹിക പ്രമുഖരും സമരവേദിയിൽ. അടുത്ത ശനിയാഴ്ച CJP വീണ്ടും പ്രതിഷേധത്തിൽ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPIM-ന് വൻ തിരിച്ചടി. പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് PMLA കോടതി. K. രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് അടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും സമൻസ്. വേട്ടയാടലുകൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് CPIM. PMLA കോടതി അവസാന വാക്കല്ലെന്ന് AC മൊയ്തീൻ. എതിരാളികൾക്ക് ശക്തി പകരുന്ന വിധിയൊന്നും ഉണ്ടായിട്ടില്ല. അവസാന വാക്കല്ലല്ലോ PMLA കോടതി. അതിനു മുകളിൽ നിയമപീഠങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. ഞങ്ങളതൊക്കെ നോക്കും. PM ശ്രീയിൽ പദ്ധതിയുമായി UDF സർക്കാർ മുന്നോട്ടെന്ന് സൂചന. വിദ്യാഭ്യാസ നയത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്താതെ കേന്ദ്ര നിബന്ധന മറികടക്കാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. SSK ഫണ്ട് സംസ്ഥാനത്തിന് അനിവാര്യം. കേന്ദ്ര നിബന്ധന പാലിക്കേണ്ടി വരിക PM ശ്രീ ബോർഡിൽ മാത്രം. മന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ന്യൂസ് മലയാളത്തിന്. PM ശ്രീ പദ്ധതി തുടരണമോ എന്നതിൽ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. അന്തിമ തീരുമാനം സാമ്പത്തിക വശങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷം. PM ശ്രീയിൽ ഉടനെ തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി. വിദഗ്ധരുമായി ചർച്ച ചെയ്തിട്ട് അതിലൊരു തീരുമാനം എടുക്കാൻ കഴിയും. ഞങ്ങൾ അതിലിപ്പോൾ പെട്ടെന്നൊരു എമർജൻസി കാണുന്നില്ല. ഇപ്പോൾ സ്കൂൾ തുറക്കണം, പാഠപുസ്തകം കൊടുക്കണം, അതൊക്കെ അർജന്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്നതുപോലെ ഈ ഒപ്പിട്ട PM ശ്രീയുടെ കാര്യത്തിൽ ഈ ഒരു നിലപാട് ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. CPIM BJP ഡീൽ ആരോപിച്ചവർ ന്യായങ്ങൾ പറഞ്ഞ് PM ശ്രീ നടപ്പാക്കാൻ പോകുന്നെന്ന് MV ഗോവിന്ദൻ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പിൻവലിച്ച് UDF മാപ്പ് പറയണമെന്ന് V. ശിവൻകുട്ടി. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ ADGP അജിത് കുമാറിന്റെ ഇടപെടൽ വ്യക്തമാകുന്ന നിർണായക തെളിവുകൾ SITക്ക്. കേസ് ഡയറി തിരുത്തിയത് അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമെന്ന ഓഫീസിലെ ഗ്രേഡ് SI-മാരുടെ മൊഴി. തിരുത്തലുകൾ ആവശ്യപ്പെട്ടത് വയനാട് ദുരന്ത സ്ഥലത്ത് നിന്ന്. മാറ്റം വരുത്തിയ റിപ്പോർട്ട് അജിത് കുമാർ നേരിട്ട് പരിശോധിച്ചെന്നും മൊഴി. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ SITയെ വീണ്ടും കുടഞ്ഞു കോടതി. പുതിയ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ കോടതിക്ക് നൽകുന്നതിന് മുൻപ് എങ്ങനെ മാധ്യമങ്ങളിൽ വന്നെന്ന് ചോദ്യം. അന്വേഷണം എന്നാൽ എല്ലാം മാധ്യമങ്ങൾക്ക് കൊടുക്കലല്ല. പ്രോസിക്യൂഷൻ കോടതിയെ പരിഹസിക്കരുതെന്നും വിമർശനം. ഗൺമാൻ അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഇടത് സൈബർ ഗ്രൂപ്പ് അഡ്മിന്റെ മൊഴിയെടുത്ത SIT. പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് വടകര സ്ക്വാഡ് സൈബർ ഗ്രൂപ്പ് അഡ്മിൻ ജിതിൻ. സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് ലഭിച്ചു എന്നറിയില്ലെന്ന് മൊഴി. അന്വേഷണം തൃപ്തികരമെന്ന് M. മെഹബൂബ്. ഉന്നത CPIM നേതൃത്വം അവഗണിക്കുന്നുവെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ വിമർശനത്തിന് മറുപടിയുമായി MV ഗോവിന്ദൻ. പാർട്ടി ആരെയും അവഗണിച്ചിട്ടില്ല. വിനോദിനിയുടെ ആരോപണം ആർക്കെതിരെ എന്നറിയില്ല. കോടിയേരിയുടെ കുടുംബത്തെ സന്ദർശിച്ചെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശനൊപ്പമുള്ള പരിപാടി ഒഴിവാക്കി രമേശ് ചെന്നിത്തലയും M. ലിജുവും. KPCC യോഗം നടക്കുന്നതിനാൽ അസൗകര്യമെന്ന് മന്ത്രിമാർ. ഒഴിവാക്കിയത് കേരള കൗമുദിയുടെ വാർഷികാഘോഷവും MLA-മാർക്കുള്ള സ്വീകരണവും. വിട്ടുനിന്നത് UDF-നോട് അടുക്കാൻ വെള്ളാപ്പള്ളിയുടെ താൽപര്യപ്രകാരം സംഘടിപ്പിക്കുന്ന പരിപാടിയെന്ന് വിമർശനം ഉയർന്നതിന് പിന്നാലെയെന്ന് സൂചന. മതവിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിയില്ലെന്ന സത്താർ പന്തല്ലൂരിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി P. ജയരാജൻ. യഥാർത്ഥ വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തടസ്സമില്ല. സമസ്ത നേതാവിന്റെ നിലപാട് രാഷ്ട്രീയ മണ്ഡലത്തിൽ വിലപ്പോകില്ല. പലിശപ്പണം കൊണ്ട് അധികാര രാഷ്ട്രീയം കളിക്കുന്ന ലീഗിന് സത്താർ പന്തല്ലൂർ വിശ്വാസി പട്ടം നൽകുന്നെന്നും ജയരാജൻ. എൽനിനോ പ്രതിഭാസത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് മഴ ദുർബലമാകുന്നു. നാളത്തെ റെഡ് അലർട്ട് പിൻവലിച്ച് കാലാവസ്ഥാ കേന്ദ്രം. കനത്ത മഴയിൽ ഇന്നും കനത്ത നാശനഷ്ടം. തൃശൂരിൽ വീടിന് മുകളിൽ മരം വീണ് യുവാവിന് ദാരുണാന്ത്യം. പാലക്കാട് വല്ലപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ അപകടം. കണ്ണൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു.
അതിവേഗ റെയിൽ സാധ്യതകൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ. DMRCയുടെ ഇടക്കാല റിപ്പോർട്ട് പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയമിച്ചു. ഗതാഗത വകുപ്പ് സെക്രട്ടറി കൺവീനർ. വിദഗ്ധരായ ജെ വിനയൻ, ഡോക്ടർ സി വീരമണി, ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവർ സമിതിയിൽ. 2011 VS അച്യുതാനന്ദൻ സർക്കാരിന് തുടർഭരണം കിട്ടാതിരിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചെന്ന ഗുരുതര ആരോപണവുമായി K സുരേഷ് കുമാർ. വെളിപ്പെടുത്തൽ VSനൊപ്പം എന്റെ ദിനങ്ങൾ എന്ന പുസ്തകത്തിൽ 13 മണ്ഡലങ്ങളിൽ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നും പരാമർശം. മൂന്നാർ ദൗത്യം അട്ടിമറിക്കാൻ ദേവികുളം സബ് കളക്ടറായിരുന്ന രത്തൻ യു ഖേൽക്കർ ഇടപെട്ടെന്നും K സുരേഷ് കുമാർ. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആദ്യം നോക്കുന്നത് ഇവിടെ ഈ കൈയേറ്റങ്ങൾ ഇത്രയും വരുന്നതിന് കൂട്ടുനിന്ന ആരൊക്കെയാണ്, ഉദ്യോഗസ്ഥന്മാരാരൊക്കെയാണ്. അപ്പം ആ ഫയലുകൾ നോക്കുമ്പോൾ തന്നെ എനിക്കറിയാം അതിനകത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ ഈ രത്തൻ കേൽക്കറുടെ ഫയൽ ഞാൻ കണ്ടു. എൻ്റെ പണിയുടെ ഭാഗമാണ്. ഇന്ത്യൻ 2020 ടീമിന് പുതിയ നായകൻ. സൂര്യകുമാറിന് പകരം ശ്രേയസിനെ നായകനാക്കി പ്രഖ്യാപനം. ശ്രേയസ് 2020 ടീമിലെത്തുന്നത് 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് സൂര്യവംശി. തിലക് വർമ്മ വൈസ് ക്യാപ്റ്റൻ. സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി തുടരും. കർണാടക മന്ത്രിസഭയിലെ രാജിനാടകത്തിൽ വീണ്ടും ട്വിസ്റ്റ്. രാമലിംഗ റെഡ്ഡി, DK ശിവകുമാർ മന്ത്രിസഭയിൽ തുടരും. റെഡ്ഡി രാജി പിൻവലിച്ചെന്ന് AICC ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാല. തീരുമാനം DK ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ. ബന്ധു നിയമന വിവാദത്തിൽ ന്യായീകരണവുമായി വീണ്ടും മന്ത്രി സണ്ണി ജോസഫ്. നിയമനം ബന്ധുവെന്ന നിലയിലല്ല, സ്റ്റാഫുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മന്ത്രി തന്നെയാണെന്നും സണ്ണി ജോസഫ്. വിവാദത്തിൽ സണ്ണി ജോസഫിന് KPCC നേതൃയോഗത്തിൽ വിമർശനം. കരുതലോടെ വേണമായിരുന്നെന്ന് നേതാക്കൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി. നവജാത ശിശുവിന്റെ വലതുകൈ ഒടിഞ്ഞെന്ന് മാതാപിതാക്കൾ. പ്രസവ സമയത്തെ അനാസ്ഥയ്ക്ക് പിന്നാലെ കുടുംബത്തെ പോലും അറിയിക്കാതെ പ്ലാസ്റ്റർ ഇട്ടു. പോലീസിനും മെഡിക്കൽ സൂപ്രണ്ടിനും പരാതി നൽകി ബന്ധുക്കൾ. ഉച്ചയ്ക്ക് നടന്ന പ്രസവത്തിന് ശേഷം പിന്നീട് അത്രയും സമയം കുട്ടിക്ക് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റോ ചെക്കപ്പോ കാര്യങ്ങളൊന്നും നടത്തിയില്ല. കുഞ്ഞു കിടന്ന് പെടയുകയാണ് ചെയ്തത്. കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് പറ്റിയ അബദ്ധമാണ് എന്ന് അവർ പറയുന്നുണ്ട്, സമ്മതിക്കുന്നുമുണ്ട്. ആരോഗ്യവകുപ്പിന്റെ സ്ഥാനക്കയറ്റ സ്ഥലംമാറ്റ ഉത്തരവുകളിൽ വ്യാപക പിഴവെന്ന് പരാതി. ഉത്തരവിൽ പലരുടെയും തസ്തികയും യോഗ്യതയും മാറി. അസോസിയേറ്റ് പ്രൊഫസർമാരുടെ തസ്തിക ഉത്തരവിൽ പ്രൊഫസറായി മാറി. ജൂനിയർ ഡോക്ടർമാർക്ക് അനധികൃതമായി സ്ഥാനക്കയറ്റം നൽകിയെന്നും പരാതി. മാധ്യമപ്രവർത്തകൻ KM ബഷീർ കൊല്ലപ്പെട്ട വാഹനാപകട കേസ് പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ IASനെ വാർത്താസമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതിനെ ന്യായീകരിച്ച് കൃഷിമന്ത്രി T സിദ്ദിഖ്. ഉദ്യോഗസ്ഥൻ കൃഷിവകുപ്പിന്റെ അവിഭാജ്യ ഘടകമെന്ന് വിശദീകരണം. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കൃഷിവകുപ്പിന്റെ ഇന്റഗ്രൽ പാർട്ടാണ്. ഇനിയിപ്പോൾ അദ്ദേഹം ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറി വേറെ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് പോയി കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് പോകേണ്ടി വരും. മുൻ മന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ ശ്രീറാം പങ്കെടുത്തിട്ടുണ്ട് എന്നും സിദ്ദിഖ്. തിരുവനന്തപുരത്ത് അച്ഛനെയും മകനെയും നടുറോഡിൽ മർദ്ദിച്ച കേസിൽ ഗുണ്ടാ നേതാവ് പിടിയിൽ. കസ്റ്റഡിയിലായത് ശ്യാംകുമാർ എന്നറിയപ്പെടുന്ന തകരപ്പറമ്പ് കുട്ടൻ. കൂട്ടാളിക്കായി അന്വേഷണം. BSNL ഉദ്യോഗസ്ഥൻ രാജേഷിനും മകനും മർദ്ദനമേറ്റത് വാഹനം മാറ്റാൻ ഹോൺ മുഴക്കിയതിന്. മണിക്കൂറുകളോളം ഓടയിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ്. കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിൽ അപകടത്തിൽപ്പെട്ടത് ഇതര സംസ്ഥാന തൊഴിലാളി. സ്റ്റാബിനുള്ളിൽ നിന്ന് പുറത്തിട്ട കൈ നാട്ടുകാർ ശ്രദ്ധിച്ചത് രക്ഷയായി. ടിനി ടോമിനെതിരെ അൻസിബ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച കൊച്ചി കടവന്ത്ര പോലീസ്. തിങ്കളാഴ്ച അൻസിബയുടെ മൊഴിയെടുക്കും. അമ്മയിലെ തർക്കപരിഹാര സമിതിയിൽ രമേശ് പിഷാരടിയും പൊന്നമ്മ ബാബുവും മുത്തുമണിയും. 3 പേരെ കൂടി നിയോഗിച്ചത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പുറമെ. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് നടൻ സലിം കുമാർ ആശുപത്രിയിൽ. കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന്. ആരോഗ്യനില വിലയിരുത്തി വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കുറ്റം സമ്മതിച്ച് പ്രതികൾ. കുട്ടിയെ പലതവണ മർദ്ദിച്ചെന്നും പൊള്ളലേൽപ്പിച്ചെന്നും മുഖ്യപ്രതി അഷ്കർ. മർദ്ദനത്തിന് അമ്മ അഖിലയുടെ മൗന സമ്മതവും. പനി ബാധിച്ച കുട്ടിയുമായി തമിഴ്നാട് യാത്ര നടത്തിയത് അവസ്ഥ മോശമാക്കി. പ്രതികളുമായി ഇനി തെളിവെടുപ്പില്ല.
CMRL എക്സാലോജി കേസിൽ ഇഡിക്ക് കോടതിയുടെ കൂച്ചുവിലങ്ങില്ലെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. നിയമപരമായ നടപടി സ്വീകരിക്കാൻ ഇഡിക്ക് തടസ്സമില്ല. തെളിവുകൾ പൂർണ്ണമല്ലെങ്കിൽ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം. അറസ്റ്റിലേക്കും കടക്കാമെന്നും ഷോൺ ഹെലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ. അവർ ശേഖരിച്ച തെളിവുകൾ അപര്യാപ്തമാണ്, അല്ലെങ്കിൽ ഇത് പൂർണ്ണമല്ല എങ്കിൽ വീണയെ സമൻ ചെയ്തതും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചു വരുത്താം. സ്വാഭാവികമായിട്ട് വീണ മാത്രമല്ല, ഇതിനകത്തെ പ്രതികളെ. കൂടാതെ തെളിവുകൾ പൂർണ്ണമായിട്ട് അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ അറസ്റ്റിലേക്ക് പോലും കടക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഓപ്പറേഷൻ തൂഫാനിൽ ലഹരിവേട്ട തുടർന്ന് പോലീസ്. കണ്ണൂർ പാനൂരിൽ 337 ഗ്രാം MDMA പിടികൂടി. ഉള്ളിയേരി സ്വദേശി ഗഫൂർ അറസ്റ്റിൽ. പത്തനംതിട്ട ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തത് 47 കേസുകൾ. ട്രെയിനിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച് സഹയാത്രികൻ. ആക്രമണം എറണാകുളം കാരക്കൽ എക്സ്പ്രസിൽ. കുത്തേറ്റത് പാലക്കാട് വാണിയംകുളം സ്വദേശിയായ ജിഷ്ണുവിന്. പ്രതി തമിഴ്നാട് സ്വദേശി വീരമണിയെ കസ്റ്റഡിയിലെടുത്ത് റെയിൽവേ പോലീസ്. കവിയും അധ്യാപകനുമായ AC ശ്രീഹരി അന്തരിച്ചു. 56 വയസ്സായിരുന്നു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്നു. വിടവാങ്ങിയത് വൈലോപ്പിള്ളി പുരസ്കാരം ഉൾപ്പെടെ സ്വന്തമാക്കിയ എഴുത്തുകാരൻ. ലണ്ടനിലെ പ്രഭാഷണത്തിനിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനോട് ചോദ്യങ്ങൾ ഉയർത്തി വിദ്യാർത്ഥികൾ അപമര്യാദയായി പെരുമാറിയെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. സംഭവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അന്താരാഷ്ട്ര നിയമവും എന്ന ചർച്ചയ്ക്കിടെ. അശാന്തി ഒഴിയാതെ പശ്ചിമേഷ്യ. കുവൈറ്റിലേക്ക് വീണ്ടും ഇറാൻ ആക്രമണമെന്ന് റിപ്പോർട്ട്. ഇറാനിയൻ ഡ്രോണുകൾ തകർത്തെന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം. ബഹ്റൈനിലും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനിടെ ഇറാനെതിരെ രൂക്ഷ വിമർശനവുമായി ലെബനൻ. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാൻ ലെബനനെ വെച്ച് വിലപേശുന്നുവെന്ന് പ്രസിഡന്റ് ജോസഫ് ഔൺ. ലെബനനിലെ വിഷയങ്ങളിൽ ഇടപെടാൻ ഇറാൻ അധികാരമില്ല. ഹെസ്ബുള്ള ഇക്കാര്യം തിരിച്ചറിയണമെന്ന് ഔൺ. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ നേരിട്ട് ചർച്ചകൾ നടത്താമെന്ന യുക്രൈൻ ആവശ്യം തള്ളി റഷ്യൻ പ്രസിഡന്റ്. റഷ്യ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളിലെത്തുമെന്ന് പുടിന്റെ വെല്ലുവിളി. നിരാശപ്പെടുത്തുന്ന മറുപടിയെന്ന് സെലൻസ്കി. ചൈനയിലെ ഹെങ്ഷുയിൽ കൊടുങ്കാറ്റിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട യുവതി. പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും മരം കടപുഴകി യുവതിയുടെ ദേഹത്തേക്ക് വീണു. യുവതി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ന്യൂസ് മലയാളത്തിലൂടെ കേരളത്തിന്റെ ലോകകപ്പോളം കണ്ടറിഞ്ഞ സൂപ്പർ താരം നെയ്മർ ജൂനിയർ. പാലക്കാടിന്റെ പടുകൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ച റിപ്പോർട്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. വാർത്ത പങ്കുവച്ചത് നെയ്മറിന്റെ വെബ്സൈറ്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ. ഫ്രഞ്ച് ഓപ്പൺ കിരീടമുയർത്താൻ ഇന്ന് പുതിയ റാണിയെത്തും. ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടം ലക്ഷ്യമിട്ട് ഫൈനലിൽ മായ മിറ പോരാട്ടം. മത്സരം അല്പസമയത്തിനകം. പുരുഷ ഫൈനലിൽ സ്വരേവ് കൊബോളിയെ നേരിടും.